ഇന്ന് നമുക്ക് നാട്ടിൽ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് സവാള ഞാൻ റിങ്സ് പോലെ കട്ട് ചെയ്ത് റിങ്സ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് ഹൈബ്രിഡ് ടൊമാറ്റോയാണ്. കാര്യം ഇതിന് ശകലം പുളി കുറവായിരിക്കണം, അതുകൊണ്ടാണ് ഹൈബ്രിഡ് ടൊമാറ്റോ ഉപയോഗിക്കുന്നത്. അതും സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെരിഞ്ചീരകം അല്പം എടുത്തിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, വെളിച്ചെണ്ണ, കാശ്മീരി ചില്ലി പൗഡർ, അതിൻ്റെ കൂട്ടത്തിൽ അല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പാണ്, ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി, കറിവേപ്പില. ഇത്രയാണ് ഇതിൻ്റെ സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്കിനി തവ കത്തിച്ച് ചൂടാക്കാം. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഈ ടൊമാറ്റോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത വശവും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ടൊമാറ്റോ 2 വശവും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിൽ വേണം ഇത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയേക്കാം. ഇതിനകത്ത് വെളിച്ചെണ്ണ ഉണ്ട്, അത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അല്പം ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. സവാള ഒരുപാട് ഫ്രൈ ആക്കരുത്, ക്രഞ്ചിനെസ് വേണം, എങ്കിലേ അതിൻ്റെ ആ ടേസ്റ്റ് നല്ലതായിട്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ഫ്രൈ ആക്കാൻ നിൽക്കരുത്. സവാള ഏകദേശം ഒരു 50% ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടി, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ എടുത്ത് വെച്ചിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. കറിവേപ്പില ചേർത്ത് കൊടുക്കും. നമ്മുടെ ടൊമാറ്റോ ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് അത് വാങ്ങി വെക്കാം.